സ്വതന്ത്ര ചിന്തയല്ലേ മനുഷ്യന് ശരിക്കും ആവശ്യം? നിങ്ങൾ ഈ റിലീജിയൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്, അതിനോട് അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കമൻറ്റ്സ് വരലുണ്ടല്ലോ, എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രതികരണം? ഈ സ്വതന്ത്ര ചിന്ത എന്നുകൊണ്ട് ഒരു ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്ന് വരെ അവർ ഡിഫൈൻ ചെയ്ത് കാണാത്തൊരു സാധനമാണ് വാട്ട് ഈസ് സ്വതന്ത്ര ചിന്ത. ഈവൻ പിന്നെ ഞാൻ ഇടയ്ക്ക് കണ്ടൊരു ഡിസ്കഷനാണ്, ഈ വൈശാഖൻ തമ്പിയും പിന്നെ ഒരു ബയോളജിസ്റ്റ് സംതിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിനെ ഓർക്കുന്നില്ല, അവരുടെ ഡിസ്കഷനിൽ, അതായത് രണ്ടുപേരും എത്തിസ്റ്റുകളാണ്, അവരിരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഈ സ്വതന്ത്ര ചിന്ത എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കലി എങ്ങനെയാണ് സ്വതന്ത്രമാവുക? കാരണം ഏതൊരു മനുഷ്യനും ജനിച്ച് ജീവിക്കുന്ന സാഹചര്യങ്ങളുടെ, ചുറ്റുപാടിൻ്റെ, എൻവയോൺമെൻറ്റിൻ്റെ ഒക്കെ സ്വാധീനം ഓരോ മനുഷ്യനിലുണ്ട്. അപ്പോൾ പിന്നെ ഏതർത്ഥത്തിലാണ് സ്വതന്ത്രൻ എന്ന് പറയുന്നത് എന്ന് ചോദിക്കുക, അതൊരു മീനിങ്ലെസ് ആയിട്ടുള്ള വേർഡാണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ എത്തിസ്റ്റുകളുടെ ഒരു പ്രശ്നം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ദേ ഡോണ്ട് ഹാവ് എനിത്തിങ്, സ്വന്തമായിട്ടൊന്നുമില്ല. പിന്നെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല, സമൂഹത്തിനെ നല്ല രീതിയിൽ പരിവർത്തിപ്പിക്കാനായിട്ട് അവരുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ അത്രമാത്രം ഒരു 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 ദാരിദ്ര്യം ചുമക്കുന്ന ഒരു ഐഡിയോളജിയെ സംബന്ധിച്ചിടത്തോളം ഈ എട്ടുകാലി മമ്മൂനിസം കളിക്കുക എന്നുള്ളതാണ്. അതായത് പിന്നെ സമൂഹത്തിൽ കാണുന്ന നല്ലതെല്ലാം ഞങ്ങളുടെയാണ്, സയൻസ് ഞങ്ങളുടെ, എന്തർത്ഥത്തിലാണ് സയൻസ്, എന്താണ് ഇവരും സയൻസും തമ്മിലുള്ള ബന്ധം? കേവലം ദർ ഈസ് നോ ഗോഡ് എന്ന് പറയുമ്പോഴേക്കും സയൻസ് ഇവരുടെ എന്തോ ആയി മാറുന്നു എന്നൊക്കെ പറയുന്നത് അത്രയും ഇൻ്റലക്ച്വൽ ഡിസോണസ്റ്റിയാണ് അത്തരം അവകാശവാദങ്ങൾ. അതുപോലെ തന്നെ ഭരണഘടന ഞങ്ങളുടെയാണ്, ആധുനികത എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് പ്രൊഡക്റ്റ് ഓഫ് റിലീജിയസ് ഐഡിയാസ്. റിലീജിയനാണ് സമൂഹങ്ങളെ ഏകോപിപ്പിച്ചത്, അതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് പിന്നെ മോറൽ എത്തിക്കൽ ലോസ് വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഇന്ന് കാണുന്ന ഭരണഘടനയിലുള്ള നിയമങ്ങൾ പോലും അതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ പിന്നെ റിലീജിയൻ്റെ ബൈ പ്രൊഡക്റ്റ് ഒരേ സമയം തിന്നുകയും എന്നിട്ട് അതിനെ 24 മണിക്കൂർ പഴി പറയുകയും അതിൻ്റെ വേരെറുക്കാൻ നോക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് പിന്നെ ഒരുതരം ചരിത്രബോധമില്ലായ്മയും പിന്നെ സാമൂഹ്യ ബോധമില്ലായ്മയും ഒക്കെയാണ് അടിസ്ഥാനപരമായിട്ട്. അപ്പോൾ ഇവർ ഈ പറയുന്ന അവകാശവാദങ്ങളൊക്കെ തന്നെയും ഒരുതരം എട്ടുകാലി മമ്മൂനീസാണ്. ആ സ്വഭാവത്തിൽ വരുന്നതാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ നല്ലൊരു ടേമാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുമ്പോൾ, വാട്ട് ഇറ്റ് ഈസ്, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഉത്തരമില്ല എന്നുള്ളതാണ്. അത് മതത്തിൻ്റെ ചട്ടക്കൂടുകളല്ല നിങ്ങൾ പിൻപറ്റേണ്ടത്, നിങ്ങൾ സ്വതന്ത്ര ചിന്തയാണ് എന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മറ്റേ മനുപ്രസാദിൻ്റെ പ്രഭാഷണമാണ്. മൂപ്പരതിൽ പറഞ്ഞത് ഇൻസിസ്റ്റ് ചെയ്യരുത് എന്നുള്ളതൊരു മതത്തിൻ്റെ ചട്ടക്കൂടാണ്. നമ്മൾ സ്വതന്ത്രരാവുകയാണെങ്കിൽ, സ്വതന്ത്രമായി ചിന്തിക്കുകയാണെങ്കിൽ എന്താണ്, അതൊക്കെ അനുവദനീയമാണ് എന്നാണ് മൂപ്പര് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പം ഇവർ സ്വതന്ത്ര ചിന്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് തോന്നിയാസവും കാണിക്കാം എന്നതാവാം, അതായിരിക്കാം ഒരു നിർവചനം. ഇനി അതല്ല, യുക്തിഭദ്രമായി കാര്യങ്ങളെ മനസ്സിലാക്കണം എന്നതാണ് എങ്കിൽ സ്വാഭാവികമായും അത് ചെയ്യുന്നത് മതവിശ്വാസികളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ കുറേ ഡോഗ്മകളെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഇന്നത്തെ നാസ്തികർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അല്ല, മനുഷ്യൻ പൂർണ്ണമായിട്ട് സ്വതന്ത്രനാവുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഏതായാലും ഇല്ല. ഒന്ന് പിന്നെ ഫിസിക്സിൻ്റെ ഒക്കെ ഭാഷയിൽ തന്നെ മനുഷ്യൻ സ്വതന്ത്രനല്ല, ഡിറ്റർമിനിസ്റ്റിക് ആണ് എല്ലാം തന്നെ. കാരണം ഇവിടെ നിലനിൽക്കുന്ന പ്രയറായിട്ടുള്ള ഭൗതിക വ്യവസ്ഥ എന്താണോ അതിനനുസരിക്കുക മാത്രമാണ് നമ്മുടെ ബ്രെയിനകത്തുള്ള ന്യൂറോൺസ് ചെയ്യുന്നത്. സോ നമ്മൾ ഫ്രീ അല്ല. ഭൗതികവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്രീ വിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം തന്നെ അവകാശപ്പെടാൻ കഴിയില്ല. അപ്പോൾ കാരണം പിന്നെ ഏതൊരു ഭൗതികമായിട്ടുള്ള വ്യവസ്ഥയും അതിന് മുമ്പിലുള്ള ഭൗതിക വ്യവസ്ഥയുടെ നെസസറി റിസൾട്ടാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റിസൾട്ടാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ തന്നെ ഭൗതികമായിട്ടുള്ള മുന്നവസ്ഥകളെ കേവലം യാന്ത്രികമായി അനുസരിക്കുക മാത്രമാണ് പ്രപഞ്ചത്തിൽ എവിടെയും സംഭവിക്കുന്നത്. ഇപ്പോൾ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ ആരെങ്കിലും കൊല്ലാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലോ അതിനൊക്കെ പിറകിൽ അദ്ദേഹത്തിൻ്റെ ജനിതകത്തിൻ്റെ സ്വാധീനവും മസ്തിഷ്കത്തിനകത്ത് നടക്കുന്ന ന്യൂറോൺ ഫയറിങ്സിൻ്റെയും അതുപോലെ തന്നെ ഇലക്ട്രോ കെമിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ സ്വാധീനങ്ങളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം യാന്ത്രികമായി അനുസരിക്കുകയും എന്നിട്ട് തനിക്ക് ഫ്രീ വില്ലുണ്ടെന്ന് ഒരു ഇല്യൂഷൻ കണക്കെ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ജഡം മാത്രമാണ് മനുഷ്യൻ ഭൗതികവാദത്തിൻ്റെ അടിസ്ഥാനപരമായി പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ സ്വഭാവത്തിൽ ഒരു മെഷീൻ പോലെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ പിന്നെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുള്ള ഒരു സാധനം, സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞ സാധനം പറയാൻ കഴിയാത്തൊരു സാധനമാണ് എത്തീസം. ഈ ഒരു ഫിസിക്സിൻ്റെ ഭാഷയിൽ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ സ്വഭാവത്തിലും അത് വർക്ക് ചെയ്യാത്ത ഒന്നാണെന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, മനുഷ്യൻ ഏതർത്ഥത്തിലാണ് ഇനിയിപ്പോൾ ഐഡിയോളജിക്കലായിട്ടുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഒന്ന് അങ്ങനെ സ്വതന്ത്രനായിട്ട് ഒരു എത്തിക്കലായിട്ടുള്ള ഒരു മോറലായിട്ടുള്ള ഒന്നിനെയും കണക്കാക്കാതെ സ്വന്തം തലയ്ക്ക് തോന്നുന്നത് എന്തോ അതുപോലെ മാത്രം ചെയ്തുകൊണ്ടിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആദ്യം പിടിച്ച് ജയിലിലിടാണ് വേണ്ടത്. കാരണം മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. ഇവിടെ നിലനിൽക്കുന്ന ഭരണഘടനയെയും അതിൻ്റെ മൂല്യങ്ങളെയും അതുപോലെ തന്നെ എത്തിക്കൽ മോറൽ ഫാക്ട്സുകളെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് മാത്രമാണ് മനുഷ്യന് ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ സ്വതന്ത്രം എന്ന് വേണ്ട ഒരു സാധനമില്ല, മനുഷ്യൻ അനുസരിക്കുന്നുണ്ട്. എന്തിനെയാണ് ബെറ്ററായിട്ട് മനുഷ്യനെ അനുസരിക്കാൻ കഴിയുക എന്നുള്ള ഒരു ചോദ്യം മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ നമ്മൾ പറയുന്നു ഇറ്റ്സ് ഗോഡ്. ഈ പ്രപഞ്ചത്തെയും പ്രകൃതിയും എല്ലാം സൃഷ്ടിച്ച ഒരു ഗോഡിനപ്പുറത്തേക്ക് പിന്നെ നമുക്ക് അടിമപ്പെടാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല എന്നുള്ളത്. അപ്പോൾ മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് എന്തായാലും അടിമപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്
എത്തിസ്റ്റുകൾ അടിമയല്ല എന്ന് പറയുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത് അവർ കൂടുതൽ അടിമപ്പെടുകയാണ്. ഭൗതികമായിട്ടുള്ള വ്യവസ്ഥകൾക്കും ചുറ്റുപാടിനും കൂടുതലായി അടിമപ്പെടുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് ലിംബിക് ക്യാപിറ്റലിസം എന്നൊക്കെ പറയുന്ന ചില അവസ്ഥകളുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ബിസിനസ് വ്യവസ്ഥകളൊക്കെ നോക്കുക. ഇപ്പോൾ ഒരു മനുഷ്യന് റിച്ച് ആവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം ചെയ്യാൻ കഴിയുന്ന കാര്യം മനുഷ്യനെ അടിമപ്പെടുത്തുന്ന ന്യൂറോളജിക്കലി മനുഷ്യനെ എഫക്റ്റ് ഉണ്ടാക്കുന്ന കുറേ തരം ബിസിനസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ പൊണോഗ്രഫി എന്ന് പറയുന്നത് വലിയ $1 ബില്യൺ ബിസിനസ്സാണ്. എന്തുകൊണ്ടാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ സ്ലേവ് ആക്കണം ഒരു സ്വഭാവത്തിൽ. അത് മനുഷ്യന് പ്ലഷർ നൽകിയ ഒരു സ്വഭാവത്തിൽ മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഫാസ്റ്റ് ഫുഡ്സ് ആണെങ്കിലും ജങ്ക് ഫുഡ്സ് ആണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും ഈ അറ്റൻഷനും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഈ സ്വഭാവത്തിൽ ഇവരുടെ ശരികളെയും തെറ്റുകളെയും അപ്പോൾ ശരിക്കും നിയന്ത്രിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ജനിച്ചു വളരുന്ന സാമൂഹ്യ ചുറ്റുപാടിൽ അവിടെ ഡൊമിനൻ്റ് ആയിട്ടുള്ള ഐഡിയോളജി എന്താണ്, ഡൊമിനൻ്റ് ആയിട്ടുള്ള മുതലാളിത്ത വ്യവസ്ഥ എന്താണോ പറയുന്നത് അതിനെ അനുസരിക്കുക മാത്രമേ ചെയ്യുന്നു. പലപ്പോഴും ഈ മേക്കപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു സ്ത്രീ എങ്ങനെയാവണം, അവരുടെ ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ ഏതൊക്കെ സ്വഭാവത്തിലാകണം, അതല്ലെങ്കിൽ നിങ്ങൾ ഒരുതരം ഗിൽട്ട് ഫീലിൽ ജീവിക്കണം എന്നൊക്കെയുള്ള ഐഡിയ വളരെ ഇൻഡയറക്റ്റായി ഈ പറഞ്ഞ മീഡിയകളിലൂടെയും സിനിമകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ കുത്തിവെക്കുന്നത് പിന്നെ ഇന്നത്തെ മുതലാളിത്ത വ്യവസ്ഥയാണ്. അപ്പോൾ സ്വന്തം ഇച്ഛകളെ ഇലാഹാക്കി കാണുന്നു എന്ന് പറയുന്ന വിമർശനങ്ങൾ ആയത്ത് നമ്മൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇച്ഛകൾക്ക് അടിമപ്പെട്ട് നിങ്ങളുടെ വയറിനെയും നിങ്ങളുടെ പ്ലഷറിനെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരു അടിമയായിക്കൊണ്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ അടിമപ്പെടുന്നത് നിങ്ങളെ നിയന്ത്രിക്കുന്ന ഈ ഭൗതികമായിട്ടുള്ള 1000 വ്യവസ്ഥകളെയാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊന്നുമില്ല. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാമുള്ള എന്തെങ്കിലും തരത്തിലുള്ളൊരു മോചനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ളൊരു മോചനം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം വഴി മാത്രമാണ്. കാരണം ഭൗതികമായിട്ടുള്ള ഈ കാണുന്ന തിന്മകളിൽ നിന്നെല്ലാം മാറി നിൽക്കാനും അതിനൊരു റീസൺ നൽകുന്നതും എന്തിനു വേണ്ടി നിങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു ജീവിത കാഴ്ചപ്പാട് നൽകുന്നത് ഇസ്ലാമാണ്. സോ നിങ്ങൾ ഫ്രീ തിങ്കിങ് ആണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇസ്ലാം ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ, ദ ഓൺലി അവൈലബിൾ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇസ്ലാം. എത്തിസത്തിനകത്ത് എവിടെയാണ് ഫ്രീ തിങ്കിങ് വരുന്നത്? ഇറ്റ്സ് ജസ്റ്റ് ബേസ്ലെസ് ഗാർബേജ് ആർഗ്യുമെൻറ്റ്.